ഇന്നൊരു സിമ്പിൾ വേർഷനാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ വെണ്ടക്ക ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങനെ കളർ മാറി വരുന്ന ലെവലിലൊന്നും നമ്മളിതിനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു കുറച്ച് സമയം നമ്മൾ അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിനെ ഈ ഒരു പാനിൽ നിന്നും മാറ്റി കൊടുക്കണം. അപ്പോൾ അതാ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇതിൻ്റെ വെണ്ടക്കയുടെ കളർ മാറിയിട്ടില്ല. ആ ഒരു ലെവലിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഇനി വെണ്ടയ്ക്കൊക്കെ പാനിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം അടുത്തതായിട്ടൊരു ചട്ടിയിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കടുകും ഉലുവയും കൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു 2-3 ചുവന്ന മുളക് കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. എരിവ് എത്രത്തോളം വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ കൂടുതൽ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. മഞ്ഞളും ഉപ്പും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരൊറ്റ തക്കാളിയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള തക്കാളി ഉണ്ടെങ്കിൽ അതെടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടക്ക കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതാ കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കായപ്പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് നമുക്കിതിനെ അടച്ചു വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ഞാൻ കടുക് വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി നമ്മളിതിലേക്ക് കടുകും ഉലുവയൊക്കെ ചേർത്ത് കൊടുത്തതാണ്. വീണ്ടും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പോൾ കട്ടയൊക്കെ നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ചുകൂടെ വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി എത്രത്തോളം ലൂസ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് കേട്ടോ ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ വെണ്ടക്ക മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സംഭവം ഈസിയല്ല റെഡിയാക്കി എടുക്കാനായിട്ട്.